കണ്ണൂർ കോൺഗ്രസിൽ താൽക്കാലിക വെടിനിർത്തൽ. മാടായി കോളേജ് നിയമന വിവാദത്തിൽ MK രാഘവൻ വിരുദ്ധർ പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. KPCC സമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. കണ്ണൂരിൽ നല്ല അന്തരീക്ഷമുണ്ടാക്കിയെന്ന് സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, അങ്ങനെ ഈ ചർച്ച അത് ഒരു തരത്തിൽ വിജയമാണെന്ന് പറയാമല്ലേ? കോൺഗ്രസിന് ഇത് വലിയ ആശ്വാസമാകുമെന്ന് കരുതാം. പ്രവിധ ഭാഗികമായി മാത്രമാണ് അങ്ങനെ പറയാൻ കഴിയുക. അതായത് ഇരുപക്ഷത്തെയാണ് ഇന്ന് KPCC നിയോഗിച്ച മൂന്നംഗ സമിതി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയിൽ അഡ്വക്കേറ്റ് K ജയന്തും അബ്ദുൽ മുത്തലിബുമാണ് അംഗങ്ങൾ. മൂന്നംഗ സമിതി ഇരുവിഭാഗം നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. അതായത് കണ്ണൂർ കോൺഗ്രസിലെ രാഘവൻ അനുകൂല ചേരിയും വിരുദ്ധ ചേരിയും മാടായിലെ കോളേജിൽ നിയമന വിവാദത്തിൽ ആണ് ഈ തർക്കങ്ങളും പ്രതിഷേധങ്ങളും അത്രയും അരങ്ങേറിയത്. അതിൽ MK രാഘവൻ വിരുദ്ധ ചേരിയുടെ നിലപാട് അവർ ഉറച്ചു നിൽക്കുകയാണ്. അതായത് പ്രധാനമായും അവർ ഒരു നിയമനം, അതാണ് CPM പ്രവർത്തകനായ ധനേഷിൻ്റെ നിയമനം അത്തെയാണ് അവർ എതിർക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ നിയമനം പുനഃപരിശോധിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് അതിൽ രാജി എഴുതി വാങ്ങിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് MK രാഘവൻ വിരുദ്ധ ചേരിക്കാർക്കുള്ളത്. പക്ഷേ ആ കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക ഇനിയിപ്പോൾ പ്രായോഗികമല്ല. അതിൽ MK രാഘവൻ്റെ നിലപാടും നിർണായകവുമാണ് താനും. തൽക്കാലം ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരമില്ല. അതേസമയം ഈ നിയമനത്തെ അടക്കം ന്യായീകരിക്കുകയാണ് രാഘവൻ അനുകൂല വിഭാഗം ചെയ്തത്. അതായത് ഇരുപക്ഷവും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ ഈ മൂന്നംഗ സമിതി നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്താനും പാടില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് എല്ലാവരും അംഗീകരിച്ചു. ആ അർത്ഥത്തിൽ മാത്രം ഭാഗികമായി വിജയം വിട്ടുനിൽക്കണമെന്നുള്ളതാണ് പ്രധാനമായും നേതാക്കൾ മുന്നോട്ട് വെച്ചത്. കണ്ണൂർ കോൺഗ്രസിൽ താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സജോ ദേവസ്യ നൽകുന്ന വിവരം.